അവിടെയൊക്കെ കാണാൻ പറ്റും. നല്ല വ്യൂവാ. കണി കാണും നേരം കമലാണ്ട്. നമ്മുടെ റൂമിൽ നിന്ന് പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതായത് ബാൽക്കണി വ്യൂ അങ്ങ് അറ്റം വരെ കടല. കടലിൽ കാണണില്ല, ഫോഗ് പോലെ എന്തോ വന്ന് നിൽക്കുക. രാവിലെ ഇവിടെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അത് അടിച്ചു കയറ്റണം. കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടല്ലേ? സൗത്ത് അങ്ങനെ എന്തോ ആണ് അയാൾ പറഞ്ഞത്. നല്ല ഫുഡായിരിക്കും. ഇതാണ് ഈ ബ്ലാക്ക് ബീച്ച്. ആടാ ഇതാണോ ബ്ലാക്ക് ബീച്ച്? കറുത്തിരിക്കണുണ്ടല്ലോ. ആ ബ്ലാക്ക് സാൻഡ്. അല്ല അതാണ് ഇതിന്റെ ഹോട്ടലിന്റെ പേരും അങ്ങനെ തന്നെയല്ലേ? ഫുഡ് കഴിക്കാൻ എന്താ സഹതായിട്ട് പോകുമ്പോൾ ഇറക്കത്തില്ലെന്നാണ് സ്വപ്ന പറയുന്നത്. കാരണം വലിയ ആളുടെ ശരീരവും കൊച്ചു കുട്ടികളുടെ മനസ്സുള്ള ചില മന്ദബുദ്ധി പിള്ളേരില്ല. ഇവളെ പോലെ നിന്നെ പോലെ നമുക്കത് കണ്ടലും സായിപ്പോ നടന്നു എടുക്കട്ടെ, പാത്രത്തിലാക്കിയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിക്കഴിഞ്ഞപ്പോഴേ വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ മറന്നുപോയി. ആ ബട്ടറുണ്ട്, നല്ല ബ്രെഡും ബട്ടറായിരുന്നു, എനിക്കിഷ്ടമായി. അത് കഴിച്ചാൽ മതിയായിരുന്നു. ജാമും കൊള്ളാം. പിന്നെ ദോശ, സാമ്പാർ, ചമ്മന്തി, മറ്റേ കടല, ചായ, പിന്നെ ഒരു മുട്ട ഉണ്ടായിരുന്നു ബോയിൽഡൊക്കെ, അതും എടുത്തു. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ഉപ്പ കഴിക്കാൻ. ഇതൊന്നല്ല ഗൈസ്, നമുക്ക് പോയി പൂളിൽ ചാടിയിട്ട് വരാം. പൂളൊന്ന് കുളിപ്പിച്ചിട്ട് പൂള് അല്ല അതല്ല, പൂളിലേക്ക് നമ്മൾ താമസിച്ചോടുന്നൊരു 100 മീറ്റർ അടുത്ത് നടക്കാനുണ്ട്. അപ്പം നടന്നിട്ട് ഇതല്ല രചന എന്നാണ്, മാങ്ങാടി എവിടെയാണെന്ന് ആർക്കറിയാം. പൂള് കൊണ്ടായിട്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കാം. ആ അപ്പത്തേനും വെയിലടിച്ച് ഉണങ്ങിക്കോളും. ഏത് അല്ല, ഇത് ഇത്രയും ദൂരം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ആന്ന് അതെ, വേറെ ഇതും കണ്ടുണ്ട്. ഇതെവിടെ ഇത് സ്ഥലം? അതാണോ? എവിടെയോ കണ്ട് ഞാൻ. നമ്മൾ കുറെ നേരത്തെ നടക്കലൊഴിവ് നമ്മൾ പൂൾ കണ്ടുപിടിച്ചു. ഫസ്റ്റ് പൂളിലോട്ട് ഇറങ്ങിക്കുമ്പോൾ ഷവർ ചെയ്യണത് വെറുതെ കുളിക്കും. നമുക്ക് നെല്ലീനയുടെ കുളിസീനെടുക്കാം. സാധാരണ സഫ്നയുടെ കുളിസീനെടുക്കാം. സഫ്ന മോളെ, സഫ്നയുടെ കുളിസി മണലൊക്കെ ഉണ്ടെങ്കിൽ അടുത്തത് ലിനിച്ചേച്ചർ കുളിസി. കണ്ടു മതി. തടല് ഒരുമിച്ച് ചാടാലോ. പിന്നെ ഞാനിങ്ങനെ ആ അടുത്തത് നെല്ലീനയുടെ കുളിസി. അത് മറന്നുപോയി അതെടുക്കാൻ. എല്ലാവരും ഉണ്ട്, പിള്ളേരെ മിക്സ് ചെയ്യണം.
അങ്ങനെ നെല്ലിനക്ക് മാസത്തിൽ 2 തവണ കുളിച്ച ജ്വരം വന്നിടും. വെള്ളം നിറയ്ക്കോട്ടാ. ഇനി മതി, ഇനി ആറകട്ടെ. നമുക്കിനി നേടെല്ലാം പ്രണയിക്കാം. ചേച്ചി എന്താ പറഞ്ഞ കാല് എടുക്കണം. ചേച്ചി നമ്മ ജീവിതത്തിൽ ഉയർച്ചയാവണമെന്നുണ്ടെങ്കിലല്ലേ കല്ലിലും മുള്ളിലും തൂണിലും തുരുമ്പിലും അമ്മേ കല്ലെന്താ കുത്തി കയറി ഒക്കെ നടക്കണം. പക്ഷെ ഇച്ചിരി കൂടുതൽ മുള്ളായിപ്പോയി. ചെന്നിട്ടാണ് മുള്ളായത്. $100 മീറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു 250 മീറ്ററെങ്കിലും നടന്നിട്ടുണ്ടാവും. പക്ഷെ കൊള്ളാം. ഇതിലോ എല്ലാവരും ഔട്ട്ഫിറ്റ് കാണിച്ചേ. നെക്സ്റ്റ് इसको मालूम है this one here very nice എനിക്കിഷ്ടമായി. ഞാനിപ്പോ ഒരു ഇതെടുത്ത് ഫിക്സ് പ്രൈസ് आज 100 रुपए में ചേച്ചി. ഇത് വാഗൺ ട്രാജഡി ആണോ? വാഗൺ ട്രാജഡി എവിടെയാ പോകുന്നേ? എവിടെ? മാൻഗ്രോവ് ഫോറസ്റ്റ്. കയാക്കിംഗ് ഒക്കെ ചെയ്യാൻ അറിയാവോ? ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ്. ആൾക്കാർക്ക് കുറേ നേരം പാഡൽ ചെയ്യാൻ നേരത്ത് ബാക്ക് പെയിൻ ഷോൾഡർ പെയിനൊക്കെ വരും. ഫസ്റ്റ് ടൈം അല്ലേ, ബാക്ക് പെയിൻ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് മുമ്പേ കൂട്ടി പറയാം. എനിക്ക് എന്നാലും അവിടുന്ന് ഇൻഫർമേഷൻ ചെയ്ത് ഇന്ന് ബോട്ട് വരുത്താൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ടൈം ആകുമ്പോഴത്തേക്കും ഫസ്റ്റ് ഷോൾഡർ പെയിൻ ബാക്ക് പെയിൻ ഒക്കെ അധികമായിട്ട് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പോകുമ്പോൾ ഡബിൾ സീറ്റ് എടുക്കുന്നത് നല്ലത്. ഡബിൾ സീറ്റ് എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരാൾക്ക് റെസ്റ്റ് എടുക്കുക, ഒരാൾക്ക് പാഡൽ ചെയ്യുക. സിംഗിൾ സീറ്റ് ആകുമ്പോഴത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് പാഡൽ. അപ്പ് ആൻഡ് ഡൗൺ 7 കിലോമീറ്റർ 3.5 കിലോമീറ്റർ 1 സൈഡ് ഉണ്ട് മാംഗ്രൂവിൽ. അപ്പം നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴത്തേക്കും കണ്ടിന്യൂസ് ആയിട്ട് ഫോട്ടോ എടുക്കാനൊന്നും പാടില്ല. തിരിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ മാംഗ്രൂവിൽ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുക. റിട്ടേൺ ഇവിടെ വരുമ്പോൾ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തു തരാം. ഓക്കെ, അപ്പോൾ നമ്മളെ കൂടത്തിൽ ഈ 2 ലേഡീസ് ഉണ്ട്, പിന്നെ 2 ജെൻസ് ഉണ്ട്. ഇവർ 2 പേര്. ബ്രോ ഇവരും കൂടെ കൊടുക്കുക. ഈ ബ്രോ അവർ ശ്രദ്ധിച്ചോ. കാണാൻ പറ്റുമോ? ഞങ്ങളുടെ പുതിയ തൊപ്പി ട്വിന്നിങ്. നല്ല വെയിലുണ്ട്. ഇവിടെ നല്ല മുട്ടൻ ബ്ലോക്കാ. എല്ലാ മറ്റേ വഞ്ചികളെല്ലാം കൂടി വന്ന് ജോയിൻ ചെയ്ത് ഇവിടെ. പക്ഷെ ഇപ്പൊ നമ്മള് പാലാരോട്ടത്തുണ്ടാക്കിയ ബ്ലോക്കിന് അത്ര ഇല്ലല്ലേ. കണ്ട അതിൻ്റെ ഇടയിൽ കൂടെ വേറെ വണ്ടികളൊക്കെ ഉള്ള റോട്ടിൽ നമ്മൾ ബ്ലോക്ക് കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ബ്ലോക്ക് ഞാൻ ആദ്യമായിട്ട് തന്നെ. ഈ വഞ്ചികൾക്കൊക്കെ നമ്പർ പ്ലേറ്റ് ഉണ്ട് കേട്ടോ. കണ്ടായിരുന്നത്? ഇത് ആ വഞ്ചിയുടെ നമ്പർ പ്ലേറ്റിന്റെ പേര് KQN 5436. അതുപോലെ എല്ലാത്തിനും ഉണ്ട്. 4579 അങ്ങനെ എല്ലാത്തിനും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണോ ആ മാംഗ്രോവ് ഫോറസ്റ്റിന്റെ എൻട്രൻസ്? നമ്മ അതിലിടിക്കോ? നിലത്തേക്കടെ പോണ പോലെ അല്ലല്ലോ ഇത്. ഇത്തിരി ആയിട്ടുണ്ട്. ആക്ച്വലി എനിക്കത് തുഴയണമെന്ന്. അമ്മേ 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 യശോദേ. ഓക്കെ, നോക്കിയിരിക്കണം. കമ്പി തട്ടും, എന്നെ തട്ടും. അയ്യോ 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 എന്നെ തട്ടി.
ചേട്ടാ തുഴ 2 തുഴയിലോ ഒറ്റയ്ക്കും ഉണ്ട് 2 ഉണ്ടല്ലേ. തലേ മുട്ടൂല, പൊക്കം ഇല്ലാത്തതുകൊണ്ട് തലേ മുട്ടൂല. ആ പേടിയില്ല. ഭയങ്കര ബ്ലോക്ക് ആവശ്യം ഇവിടെ. നമ്മ റീലില് കാണാലല്ല. നല്ല എനിക്ക് തോന്നലേ പിന്നെ വളച്ച് കൊണ്ടുവരാൻ വേണ്ടിട്ട് ചിലപ്പോ തട്ടിയതായിട്ടിരിക്കുള്ളൂ. എന്ത് ചെടിക്കൊക്കെ നമ്മൊരു ഡിസൈൻ കൊടുക്കൂലേ, അതേപോലെ ഒരു ചിലവ് കൊടുത്തേക്കണായിരിക്കും. നമ്മൾ ഐലൻഡിലോട്ട് എത്താൻ പോണേ. ഏതാടാ? ഒരു ഓട്ടല്ലേ അവിടെ നിന്ന്. നല്ല വൈബായിരുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ മറ്റേ മാർക്കറ്റ് പോലെ. ഇങ്ങോട്ട് നോക്കിയാലേ ഈ സാധനം തന്നെ. കൊറേ വള്ളത്തിന്റെ മുതലാളിയാ, ഓണറാ. അതാ ലേഡിയുടെ പേര് കറുത്തമ്മ. കള്ളിമുണ്ടൊക്കെ കൊടുത്ത് ഫോൺ പോരുന്നിട്ടാ. കറുത്തമ്മ കള്ളിമുണ്ടൊക്കെ കൊടുത്ത് എന്തുട്ട ഗിരിയേട്ടന്റെ സെറ്റപ്പ്. ട്രെയിൻ വന്ന് നമ്മൾ കയറി പോണം. ഇവിടെ കഴിഞ്ഞു. അഞ്ച് മണിക്കൂറൊക്കെ മുമ്പെത്തും. അതെന്താ അവിടെ നിർത്തിയോ? അല്ലേ നിർത്തണതാ. ഫോൺ ചാർജ് ഉണ്ടല്ലോ എനിക്കാ ഇച്ചിരി ഉണ്ട്. എന്ത് സോംബിനെ കഴിച്ചിട്ട് സെക്കൻഡ് ക്ലാസ്സിൽ കറുത്ത് കരിവാളിച്ച് കരിമന്തി പോലെ